അമ്മച്ചി ഉറങ്ങിയോ? ഇല്ല. അമ്മയ്ക്ക് കേക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രുചിയായിരുന്നു. നാളെ ഒരു കഷ്ണം കൂടി കഴിക്കണം. പക്ഷെ പാവം സിയ, അവൾ ഉറങ്ങിക്കാണില്ല. മണിക്ക് മുമ്പ് വരുന്നതാ. ഇപ്പം വരും മമ്മി. എത്ര നേരമായി? ഒരു കഷ്ണം ഇങ്ങത്താ. അമ്മച്ചി ഒന്ന് ക്ഷമിക്ക്. സിയമോൾ ആദ്യം ഉണ്ടാക്കിയതല്ലേ, അതും ആരുടെയും സഹായമില്ലാതെ യൂട്യൂബിൽ നോക്കി അവനൊരു സർപ്രൈസ് കൊടുക്കാം. റോണി മോനെ, ഇത് കണ്ടോ? സിയ ഉണ്ടാക്കിയ കേക്ക്. നല്ല കറി വെക്കാൻ അറിയാത്ത ഇവളാണോ ഉണ്ടാക്കിയത്? അതാ പൂച്ചയ്ക്ക് കൊടുക്ക്. എനിക്ക് വേണ്ട. മോനെ, എനിക്കൊരു കഷണം താ. ഇവൻ ഇതെന്ത് പറ്റി? നീ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ കുരെ വിളിച്ചു. Nice. സിയ, ക്ഷമിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞത് തെറ്റാണ്. കേക്ക് നല്ലതായിരുന്നു, ശരിക്കും നല്ലതായിരുന്നു. റോണി മോനെ, നിങ്ങൾക്ക് മാഗ്നറ്റ് എന്താണെന്നറിയാമോ? മാഗ്നറ്റ്, കാന്തം. കാന്തത്തിന്റെ ഒരു പ്രത്യേകത, അതിന്റെ എതിർവശങ്ങൾ തമ്മിൽ പരസ്പരം ഒട്ടിച്ചേരുന്നു. ഒരേ വശങ്ങൾ എത്ര ഒന്നു ചേരാൻ ശ്രമിച്ചാലും അകന്നു പോയിക്കൊണ്ടിരിക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ചിന്തകളാവണമെന്നില്ല. എന്നാൽ വ്യത്യസ്ത ചിന്തകൾ, സ്വഭാവങ്ങൾ, പ്രവർത്തികൾ ആകട്ടെ ചേർന്ന് നിന്ന് സംസാരിച്ച് ഒന്നായി പോകാൻ പറ്റും. നീ ഇപ്പൊ ഇവിടെ ചെയ്തത് ഇന്നലെ ഹാളിൽ ചെയ്തിരുന്നെങ്കിൽ ഈ കുടുംബത്തിലെ എല്ലാവരും ഇന്നലെ സന്തോഷമായി ഉറങ്ങിയേനെ. പല കുടുംബങ്ങളിലെ അവസ്ഥയാണിത്. സോറി മമ്മി, സോറി സിയ. ഇതും കാന്തത്തിന്റെ സ്വഭാവമാണ്. ഇത് ഏത് സ്വഭാവം? ഞങ്ങളെ പോലെയുള്ള ആർക്കും വേണ്ടാത്ത ഇരുമ്പുകളെയും തുരുമ്പുകളെയും ചേർത്ത് നിർത്താനുള്ള കഴിവ്